ഏറ്റവും മുന്തിയ മദ്യം മുതൽ നേരത്തെ മാഡം പറഞ്ഞ പോലെ 200 വരെ മദ്യം വരെ ഉള്ളതാണ്. പക്ഷേ ഇതിനകത്ത് വരുന്ന MD-മാർ നമ്മുടെ ഈ കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള എക്സ്പീരിയൻസിൽ അധികം മദ്യം കുടിക്കാത്ത ആളുകളാണ് ഇവിടെ. That is true, guys. This is an absolutely legal business. It's not like we are doing some kind of illegality here. അപ്പോൾ അതിനകത്ത് ഒരു എംബാരസ്മെന്റ് ഇല്ലാതെ നേരെ വന്ന് അവർക്ക് ആവശ്യമായ സാധനം വാങ്ങിച്ചിട്ട് ഒരു 10-15 മിനിറ്റിനകം ഇറങ്ങി പോവുക എന്നാണ് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ്. ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഓഫ് മൈസെൽഫ് ആസ് എ വുമൻ പോലീസ് ഓഫീസർ, ലൈക്ക് യു ഡോണ്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് എ മാൻ ജേർണലിസ്റ്റ്, റൈറ്റ്? തമിഴ്നാട്ടിലുള്ളത് 4700 ഷോപ്സ് ആണ്. നമ്മൾ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ അല്ലേ. 4700 ഇല്ലെങ്കിൽ ഒരു 1000 ഷോപ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മോസ്റ്റ് എക്സ്പെൻസീവ് 85,000 rupees ആണ് 1 ലിറ്റർ ഉള്ളത്. നമ്മളെല്ലാം വിചാരിക്കുന്നത് കേരളത്തിൽ ഭയങ്കര മദ്യപാനമാണ്, പക്ഷേ അക്കോർഡിംഗ് ടു ദ ഡേറ്റ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ബിലോ ദ നാഷണൽ ആവറേജ്. നമസ്കാരം. 1984 കേരളത്തിൽ മദ്യത്തിൻ്റെ വിൽപ്പനയും സംഭരണവും സർക്കാരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ആരംഭിക്കുന്നത് 1984 അപ്പോൾ 1984 മുതൽ ഇപ്പോൾ 41ാമത് വർഷത്തിലേക്ക് സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ എത്തി നിൽക്കുന്നു. അപ്പോൾ ഇതിൻ്റെ 40 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ 40 വർഷക്കാലവും ഇതിൻ്റെ CMD-മാരായി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി പ്രവർത്തിച്ചിട്ടുള്ളത് മുഴുവൻ പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി 2024 ഓഗസ്റ്റ് മാസത്തിൽ ഈ ബിവറേജ് കോർപ്പറേഷന്റെ തലപ്പത്തേക്ക് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ കടന്നു വന്നു. ഇപ്പോൾ അത് 2024 ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ ഈ 2025 ഓഗസ്റ്റ് ആകുമ്പോൾ വളരെ വിജയകരമായി ഒരു വർഷം അവരിവിടെ പൂർത്തിയാക്കുകയാണ്. അത് മാത്രമല്ല, ഒരുപക്ഷെ ഈ പുരുഷ ഉദ്യോഗസ്ഥന്മാർ നടത്തിക്കൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ വൈവിധ്യവൽക്കരണവും അതുപോലെ തന്നെ കൂടുതൽ സുതാര്യതയും ഈ കോർപ്പറേഷന് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ ഉപഭോക്തൃ സൗഹൃദമാക്കി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കുന്നതിലേക്കുള്ള നിതാന്തമായ പരിശ്രമം നടത്തിയ ബിവറേജ് കോർപ്പറേഷന്റെ MD ഹർഷിത അട്ടലൂരി കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അനുഭവങ്ങളുമായി ETV ഭാരതിനൊപ്പം ചേർന്നു. സ്വാഗതം ശ്രീമതി ഹർഷിത അട്ടലൂരി. താങ്ക് യു മാഡം. പിന്നെ സാധാരണ കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഈ IPS-ലെ പുരുഷ ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു കസേരയാണ് ഈ ബിവറേജ് കോർപ്പറേഷന്റെ CMD സ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ വളരെ ഈ 40 വർഷത്തെ ചരിത്രത്തിനിടയിൽ കഴിഞ്ഞ തവണയാണ് അങ്ങനെ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് ഗവൺമെന്റ് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ ഇതിന്റെ തലപ്പത്തേക്ക് CMD ആയി കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് കൈ കിട്ടിയപ്പോൾ, കാര്യം ഈ സ്ത്രീകളും കേരളത്തിലെ നമ്മളെ കൾച്ചർ സംബന്ധിച്ചാണെങ്കിൽ ഈ സ്ത്രീകളും മദ്യമായിട്ട് ഒരു വിരുദ്ധ ചേരിക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിന്റെ തലപ്പത്തേക്ക് ഒരു നിയമനം ലഭിച്ചുള്ള ഉത്തരവ് കിട്ടിയപ്പം എന്ത് തോന്നി? അല്ല, എനിക്ക് സന്തോഷമായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ഒരു കോർപ്പറേഷനെ ഹെഡ് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കോമേഴ്സ് ആണ്. ഐ എം എ ക്വാളിഫൈഡ് കോസ്റ്റ് അക്കൗണ്ടന്റ്. സോ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊമേഴ്ഷ്യൽ ഫീൽഡിലേക്ക് ജോലിയെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. എൻ്റെ ഒരു വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ജോലിയെടുക്കാൻ തുടങ്ങിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ ഞങ്ങളുടെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ 45% സ്ത്രീകൾ തന്നെയാണ്. അത് ഷോപ്സ് ആയാലും ശരി, വെയർ ഹൗസസ് ആയാലും ശരി, ഞങ്ങളുടെ ഹെഡ് ഓഫീസിലായാലും ശരി. സോ ഇവിടെ വനിതകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദാറ്റ് ഇസ് ദ സ്റ്റോറി ഓഫ് വെബ്കോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടിലൂടെ പരിഗണിച്ചിട്ടാവണം ഒരു പക്ഷേ. കാര്യം ഇതിന് മുമ്പിരുന്ന യോഗേഷ് ഗുപ്തയ്ക്കും ഏതാണ്ട് ആ തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പം അത് നോക്കിയിട്ടായിരിക്കണം ഒരു പക്ഷേ മന്ത്രിസഭ അല്ലെങ്കിൽ സർക്കാർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. മാഡം, ഇപ്പം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് ഏറ്റവും കൂടുതലല്ല, വളരെ ഒരു സിംഹഭാവം, ഒരു ലയൺ ഷെയർ വരുമാനം എത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ് ബിവറേജ് കോർപ്പറേഷൻ. പക്ഷേ അതിനെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം നോക്കുമ്പോൾ മാഡത്തിന് ഈ സ്ഥാപനവും പൊതുജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ മാഡത്തിന്റെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനമാണെന്നുള്ള ഒരു ഫീൽ ഉണ്ടോ? അതേ ഇത് ആളുകളുടെ കയ്യിരിക്കുന്ന പൈസ മാത്രം വാങ്ങിയെടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള ഒരു ഫീൽ എന്താണ് അതിനകത്ത്? അല്ല, സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 100 ഷോപ്സ് എങ്കിലും ഞാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്കുള്ളത് 283 ഷോപ്സ് ആണ്. പല ഷോപ്സിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ അവർക്ക് പറയുന്നത്, ഒരു പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ ആൾക്കാർ സമ്മതിക്കുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് കാണിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ ഷോപ്പിലേക്ക് കയറാൻ വലിയൊരു ബുദ്ധിമുട്ടിയാണ് ജനങ്ങൾ കയറുന്നതിനാണ് എനിക്ക് മനസ്സിലായത്.
കാരണം പല ഷോപ്സിൽ സൗകര്യമില്ല, ക്ലെൻലിനെസ് ഇല്ല. പിന്നെ ഏറ്റവും ഒരു പഴയ ഒരു കെട്ടിടങ്ങളിൽ പണി ചെയ്യുന്ന ഷോപ്സാണ്. സോ ഇതൊരു ഞങ്ങളൊരു ടാർഗറ്റായിട്ട് തന്നെ വെച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് എന്നത് ഫസ്റ്റ് ഒരു ടാർഗറ്റായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫസ്റ്റ് ഈ സൂപ്പർ പ്രീമിയം പ്രോജക്റ്റ് തുടങ്ങുന്നത്. ഞങ്ങളുടെ ഷോപ്സിലേക്ക് ആരായാലും ശരി, സ്ത്രീകളായാലും ശരി, യൂത്ത് ആയാലും ശരി, പിന്നെ ടൂറിസ്റ്റ് ആയാലും ശരി, എൽഡർലി പീപ്പിൾ ആയാലും ശരി, ആരായാലും ഒരു കംഫർട്ടബിൾ ആയിട്ട് കയറണം. സി ദിസ് ഇസ് എ ആബ്സല്യൂട്ട്ലി ലീഗൽ ബിസിനസ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് വി ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് ഇല്ലീഗാലിറ്റി ഹിയർ. അപ്പോൾ അതിനകത്ത് ഒരു എംബാരസ്മെന്റ് ഇല്ലാതെ നേരെ വന്ന് അവർക്ക് ആവശ്യമായ സാധനം വാങ്ങിച്ചിട്ട് ഒരു 10-15 മിനിറ്റിനകം ഇറങ്ങി പോവുക എന്നാണ് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ്. അത് ഏത് പ്രോഡക്റ്റ് ആയാലും അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ എൻവയൺമെന്റ് ഷുഡ് ബി ഗുഡ്, ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ ഷുഡ് ബി ഗുഡ്, ആൻഡ് ദ കസ്റ്റമർ ഷുഡ് ബി ഏബിൾ ടു ലീവ് കംഫർട്ടബിളി. സോ അതിന് വെച്ചാണ് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ മനോരമ തൃശ്ശൂരിൽ തുടങ്ങിയിട്ടുള്ളത്. ഇറ്റ്സ് എ ഫസ്റ്റ് എയർ കണ്ടീഷൻ, ടോട്ടലി എയർ കണ്ടീഷൻ ഷോപ്പ് വിത്ത് ലിഫ്റ്റ്, വിത്ത് ഇന്റീരിയർ ഡിസൈനിങ്. പിന്നെ ഞങ്ങൾക്ക് ഇലക്ട്രോണിക് സർവേലൻസും ഉണ്ട് അവിടെ. ഇപ്പോൾ പവർ ഹൗസ് ഷോപ്പിലെയും ഇലക്ട്രോണിക് സംവിധാനം നമുക്കുണ്ട്. ഇലക്ട്രോണിക് സർവീസസ് ബേസിക്കലി ഈ തുണിക്കടകളിൽ വെക്കുന്ന പോലെ ടാഗ്സ് ആണ് ഞങ്ങൾ വെക്കുന്നത്. അത് എടുത്ത് മാട്ടിക്കൊണ്ടുപോയാൽ, ഇപ്പോൾ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഒരാളത് എടുത്ത് മാട്ടുമായിരുന്നു, അയാളെ പിടിക്കാനും പറ്റി. സോ ദാറ്റ് ഈസ് ഇലക്ട്രോണിക് സർവേലൻസ്. പിന്നെ ഞങ്ങൾ ക്ലോത്ത് ബാഗ്സും അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ദർ ഇസ് ഓൾവേസ് ബ്രിങ് യുവർ ഓൺ ബാഗ്, നമ്മൾ സ്വന്തം പൈ കൊണ്ടുപോകാം. അതില്ലെങ്കിൽ ക്ലോത്ത് ബാഗ് പൈസ മുടക്കിയിട്ട് വി ക്യാൻ ഗിവ്. പിന്നെ ഈ ന്യൂസ് പേപ്പർ പിന്നെ പൊതിച്ചു കൊടുക്കുക, ഈ സംവിധാനങ്ങളെല്ലാം മാറ്റാൻ വേണ്ടി ഒരു വൃത്തികേട് ലുക്കെല്ലാം മാറ്റിയിട്ട് വി ആർ ട്രൈങ് ടു എൻഫോഴ്സ് സംതിങ് വിച്ച് ഇസ് എ ഗുഡ് തിങ്. ആൻഡ് പിന്നെ കൺട്രിയിൽ ഫസ്റ്റ് ടൈം ഒരു ബിയർ വെൻഡിങ് മെഷീൻ ഉണ്ട് ഒരു ഷോപ്പിൽ, തൃശ്ശൂർ. അവിടെ തന്നെ ഉണ്ട് ഒരു ബിയർ വെൻഡിങ് മെഷീൻ. സ്വന്തമായിട്ട് തന്നെ നമുക്ക് പൈസ മുടക്കിയിട്ട് വി ക്യാൻ ടേക്ക് ദ തിങ് ഫ്രം ദ ഫ്രീസർ. സോ ഇങ്ങനെ പല കാര്യങ്ങളാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഈ ടെൻഡറിലേക്ക് പോയിട്ടുണ്ട്, സോലാറിന് വേണ്ടി ടെൻഡറിലേക്ക് പോയിട്ടുണ്ട്. അവിടെ അത് റെഡിയായാൽ ഞങ്ങൾ സോലാറും അവിടെ വെക്കും. ഈ ഇലക്ട്രിസിറ്റി ചാർജസും ഇതും കുറയ്ക്കാൻ വേണ്ടി ഇറ്റ് വിൽ ബി എ ഗ്രീൻ ബിൽഡിംഗ് ആൻഡ് ഇറ്റ് ഇസ് ടോട്ടലി ഫയർ കംപ്ലയൻറ്റ്. സോ ഇതൊരു മാതൃകമായ ഒരു ഷോപ്പായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇപ്പോൾ രണ്ടാമത് ഘട്ടത്തിൽ നമ്മൾ വടക്കേക്കോട്ട, വൈറ്റില, കൊച്ചിയിൽ വെച്ച്, പിന്നെ ഗോകുലം മോൾ കോഴിക്കോടിൽ വെച്ച്, പിന്നെ മൂന്നാറിൽ നെക്സ്റ്റ് ഇപ്പോൾ 4 ഷോപ്സ് ഞങ്ങൾ ഈ തരത്തിൽ സൂപ്പർ പ്രീമിയം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. മിനിമം ഓരോ ജില്ലയിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷോപ്പെങ്കിലും ഇത്തരത്തിൽ ഒരു ഷോപ്പ് തുടങ്ങാനാണ് ഉദ്ദേശം ഒരു ജില്ലയിൽ ഒരു ഷോപ്പ്. മാഡം ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതിന് അതൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും വളരെ പ്രാകൃതമായ രീതിയിലാണ് ആളുകൾ മദ്യം വാങ്ങാൻ പോവുകയും അതിനും തിരിച്ചിറങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 283 ഷോപ്പുകൾ, അതിനകത്ത് വളരെ കുറച്ച് മാത്രമായിരിക്കും ഈ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ച് മെച്ചപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇനി ഇൻഫ്രാസ്ട്രക്ചർ മാറ്റി കുറച്ചുകൂടെ ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയാം അല്ലേ. ഇവൻച്വൽ ഗോൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഷോപ്സ് ഇങ്ങനെ ആയിരിക്കണമെന്നാണ് എൻ്റെ ഒരു ലോങ് ടേം ഗോൾ. പക്ഷേ ഇപ്പോൾ തത്കാലം നമ്മൾ ലാസ്റ്റ് ഇയറിലെ തന്നെ ഈ നമ്മൾ ഒരു 75% ഷോപ്സിലെല്ലാം സെൽഫ് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഷോപ്സിൽ മാത്രമാണ് നമുക്ക് സെൽഫ് സർവീസ് ഇല്ലാത്തത്. അതും പിന്നെ തീരെ സൗകര്യമില്ലാത്ത ഷോപ്സാണ്. ഇപ്പോഴത്തെ ഇപ്പോൾ നമ്മുടെ റൂൾ എന്താണെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2500 മുതൽ 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ മിനിമം 2 ബാത്റൂംസ് ഉണ്ടാകണം. പിന്നെ സെൽഫ് സർവീസ് വെക്കാൻ വേണ്ടി മതിയായ സ്പേസ് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പുതിയ ഷോപ്പ് തുടങ്ങാൻ പോകുന്നത്. പഴയ ഷോപ്സും തീരെ സൗകര്യമില്ലാത്ത ഷോപ്സിന് ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 15 ഷോപ്പ് കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്തു. അതല്ലാതെ ഒരു 15 ഷോപ്പ് ഞങ്ങൾ പുതിയതായിട്ടും തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ വെൻ വി ലുക്ക് അറ്റ് ഇപ്പോൾ തമിഴ്നാട് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ളത് 4700 ഷോപ്സ് ആണ്. ഒരു കമ്പാരിസൺ ഇല്ല. അതുകൊണ്ടാണ് അവിടെ വളരെ ഒരു സ്മൂത്ത് ആയിട്ട് നമ്മളെ പോലെ വലിയ ക്യൂസിൽ നിൽക്കാതെ അവർക്ക് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്നു. നമുക്കുള്ളത് ഈ ആകെ 300 ഷോപ്പ് വെച്ച് നമ്മൾ ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ അല്ലേ. 4700 ഇല്ലെങ്കിൽ ഒരു 1000 ഷോപ്സ് എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എന്താ പറയാം ഒരു കംഫർട്ടബിൾ ആയിട്ട് ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അല്ല, ഇതിനകത്ത് അതൊരു ഗവൺമെന്റിന്റെ തീരുമാനമായിരിക്കണം അതിനകത്ത് വരേണ്ടത്. പക്ഷെ നമുക്ക് അതിനകത്ത് ഈ ഇപ്പം നമ്മൾ കുറച്ച് കൂടുതൽ 170 മറ്റോ ഉണ്ടായിരുന്നല്ലേ നമ്മളിപ്പോ ഇത്ര 175 ഷോപ്സ് നമുക്ക് ഓൾറെഡി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് അംഗീകാരം തന്നിട്ടുണ്ട്. അതല്ലാതെ 68 ക്ലോസ്ഡ് ഷോപ്സ് ഉണ്ടായിരുന്നു. അത് നമുക്ക് റീഓപ്പൺ ചെയ്യാം. അത് വെച്ച് ഒരുപാട് എഫർട്ട് എടുത്തിട്ടാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത്. പക്ഷേ അറിയാമല്ലോ, ഒരു മദ്യ ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ദർ ആർ ലാർജ് നമ്പർ ഓഫ് റൂൾസ്.
ഒരു 200 മീറ്റേഴ്സ് നകം ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനോ SC/ST കോളനീസോ ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ മതിയായ പാർക്കിംഗ് സ്പേസ് ഉണ്ടാകണം. ഇതെല്ലാം നോക്കിയിട്ടാണ് എക്സൈസ് ഞങ്ങൾ ലൈസൻസ് തരുന്നത്. പക്ഷേ എക്സൈസ് അങ്ങനെ ഇതെല്ലാം നോക്കിയിട്ട് ലൈസൻസ് തന്നാലും ചില സ്ഥലങ്ങളിൽ ഒരുപാട് ജനങ്ങളുടെ എതിർപ്പുണ്ട്. ഈ മദ്യഷോപ്പിനെതിരെ ദേ ആർ നോട്ട് വില്ലിങ്. മെനി പീപ്പിൾ പിന്നെ ഞങ്ങൾക്ക് റെന്റിൽ തരാൻ തന്നെ അവർ ദേ ഡോണ്ട് വാണ്ട് ടു ഗിവ് ഇറ്റ്. സോ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഫേസ് ചെയ്യുന്നത് ഈ ഷോപ്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി. ബട്ട് വി ആർ സ്റ്റിൽ ട്രൈങ്. നേരത്തെ പിന്നെ ഈ സ്വിഗ്ഗി പോലുള്ള ഈ അവരുമായിട്ട് ചേർന്ന് ഈ മദ്യം ഈ ഒരു ഹോം ഡെലിവറിയെ കുറിച്ച് ബ്യൂറേസ് ആലോചിക്കുന്നതായി നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. അപ്പോൾ അതിന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ബ്യൂറേസ് ആലോചിക്കുന്നുണ്ട്? ബ്യൂറേസ് കോർപ്പറേഷൻ ഞങ്ങൾ പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്, ഗവൺമെന്റിന്റെ പ്രപ്പോസൽ അയച്ചിട്ടുണ്ട്. ഓൺലൈൻ ഡെലിവറി ഉണ്ടെങ്കിൽ വലിയൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ഇത് ബേസിക്കലി ഇത്ര വലിയ ക്യൂസ് ഇല്ലാതെ ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് അത് എത്തും. പിന്നെ വീട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ വാങ്ങുന്ന ആളുടെ ID നോക്കിയിട്ടാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ 23 ഇയേഴ്സിന് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഈ ആളിന് എന്തെങ്കിലും ID പ്രൂഫ് അത് ചോദിക്കും ദാറ്റ് വി ആർ അബൌട്ട് 23 ഇയേഴ്സ്. പക്ഷെ ഓർഡർ ചെയ്ത ആൾ ഒരു പക്ഷെ വീട്ടിലില്ലെങ്കിൽ, കുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് ഡെലിവർ ചെയ്യില്ല. ഓൺലി 23 ഇയേഴ്സിന് അഡൾട്ട് ഒരാളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ അത് ഡെലിവർ ചെയ്യാനാണ്. അതാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രപ്പോസൽ. സോ ഹോപ്പ്ഫുള്ളി ഗവൺമെന്റ് അംഗീകരിച്ചാൽ നമുക്കത് മുന്നോട്ട് പോവാം. ഇതിന്റെ ഈ ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെ ആണോ ബ്യൂറേസിന്റെ ഭാഗത്ത് നിന്ന്? യെസ്, ടെക്നിക്കൽ സൈഡ് ഓക്കെയാണ്. സ്വിഗ്ഗി ഈസ് വില്ലിംഗ്, അവരും എൻതൂസിയാസ്റ്റിക് ആണ്. ആൻഡ് ടെക്നിക്കലായിട്ടും നമ്മൾ ആപ്പ് ഡെവലപ്മെന്റിൽ നമ്മൾ ചെയ്യുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇനി ഒരു 10 ദിവസത്തിനകം എനിക്ക് തോന്നുന്നു ആപ്പ് റെഡിയാവും. അത് വെച്ച് നമുക്കിത് ഇന്റഗ്രേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ പുതുതായിട്ട് ഇപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് എത്ര പുതിയ ഷോപ്സ് വരാനാണ് പോകുന്നത്? ഇപ്പോൾ ഓൾറെഡി എക്സൈസ് കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 30 പ്രപ്പോസൽസ് ഞങ്ങളുടെ പെൻഡിങ് ആണ്. അത് ഓരോണം വന്നുകൊണ്ട് ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. മാഡം, നേരത്തെ നമ്മളിപ്പോൾ ഈ നമ്മുടെ പ്രീമിയം ഷോപ്സിലൊക്കെ നല്ല വില കൂടിയ മദ്യം, അതായത് 3000, 4000, നമ്മളെ ഏറ്റവും വില കൂടിയ മദ്യം എത്ര രൂപയുടേതാണ് ഇപ്പം നമ്മുടെ ഷോപ്പുകളിലുള്ളത്? മോസ്റ്റ് എക്സ്പെൻസീവ് 85,000 റുപ്പീസ് ആണ് 1 ലിറ്റർ ഉള്ളത്. അത് ജസ്റ്റ് ഗൂർമയാണ്. നമുക്ക് മാക്സിമം ആവറേജ് 3,000 to 5,000 റുപ്പീസ് ആണ് ഒരു ആവറേജ് എന്ന് പറയാം. അഫ്കോഴ്സ് 250 റുപ്പീസ് മുതൽ നമുക്ക് മദ്യം പല ഇത് പാക്ക് സൈസസിലും പല റേറ്റ്സിലും ഉള്ള മദ്യം ഉണ്ട്. സോ ദിസ് ഇസ് ദ ജനറൽ കാറ്റഗറി. നമ്മളിപ്പം നമുക്ക് പുറത്തുനിന്ന് ഉള്ള ഈ സ്കോച്ച് വിസ്കി, അതുപോലെയുള്ള മാൾട്ട് വിസ്കി, അങ്ങനെയൊക്കെ ഉള്ള ഈ വില കൂടിയ അല്ലെങ്കിൽ വിദേശ ആളുകൾ ഗൾഫിലൊക്കെ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്ന പോലത്തെ മദ്യങ്ങൾ, അത് നമ്മുടെ ബ്യൂറേസ് കോർപ്പറേഷന്റെ ഷോപ്പുകളിൽ അവൈലബിൾ ആണോ? യെസ്, അവൈലബിൾ ആണ്. കംപ്ലീറ്റ് ആയിട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഫോറിൻ ലിക്കർ, ഫോറിൻ മെയ്ഡ് വൈൻ, ഈ രണ്ടും കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ബ്രാൻഡ്സും അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഞങ്ങൾ ഫോറിൻ മെയ്ഡ് ബിയറിന് വേണ്ടിയും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്രൂവൽ. അത് ഫൈനാൻസ് മിനിസ്ട്രിയിലാണ് പെൻഡിങ്. അത് ടാക്സ് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ അതും നമുക്ക് അവൈലബിൾ ആക്കാം. ഇപ്പോൾ പിന്നെ ഒരു പുതുതായിട്ട് ഒരു പുതിയ മദ്യ ബ്രാൻഡിനെ നമുക്ക് ബ്യൂറേസ് കോർപ്പറേഷൻ വഴി വിൽക്കണം എങ്കിൽ അതിനുള്ള നടപടിക്രമം എന്താണ്? എങ്ങനെയാണ് നമ്മൾ അവരെ ചൂസ് ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് ഇയർലി ഒരു റേറ്റ് കോൺട്രാക്ട് എന്ന് പറയും. ഇപ്പോൾ ഓൾറെഡി ഉള്ള കമ്പനീസും പിന്നെ പുതിയതായിട്ട് വരുന്നവർ ഒരു വർഷത്തിന് ഒരു പ്രാവശ്യം ഇവർ അവരുടെ ബ്രാൻഡ്സും അവരുടെ കോസ്റ്റും കോട്ട് ചെയ്തിട്ട് വെബ്സൈറ്റ് വഴി, ഇത് മൊത്തം നമ്മൾ ലാസ്റ്റ് ഇയർ മൊത്തം ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ആയിട്ട് മൊത്തം സബ്മിറ്റ് ചെയ്യാം അവർക്ക്. വെബ്സൈറ്റ് വഴി തന്നെ മൊത്തം ഞങ്ങൾ കുറേ ഡോക്യുമെന്റ്സ് ചോദിക്കും. അത് വെച്ച് അവരെല്ലാം അത് സബ്മിറ്റ് ചെയ്ത ശേഷം ഞങ്ങളുടെ ഓഫീസിൽ വെച്ച് ഇത് വെരിഫൈ ചെയ്തിട്ട് എല്ലാ ഡോക്യുമെന്റ്സ് ഇൻ ഓർഡർ ഉണ്ടെങ്കിൽ അതിന്റെ അപ്രൂവൽ കൊടുക്കാറുണ്ട്. റേറ്റ് ഇൻക്രീസ് അവർ ആവശ്യപ്പെട്ടാൽ ഗവൺമെന്റിന്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ടാണ് കൊടുക്കുന്നത്. റേറ്റ് ഡിക്രീസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ അപ്രൂവ് ചെയ്യാറുണ്ട്. പുതിയ കമ്പനീസ് ആയാൽ ഇതിനിടയിലും പുതിയ കമ്പനീസ്ക്ക് വന്നിട്ട് സെയിം പ്രൊസീജിയർ തന്നെ ഫോളോ ചെയ്യാം. ഈ അടുത്ത കാലത്ത് പോർച്ചുഗലിൽ നിന്ന് പിന്നെ എസ്റ്റോണിയയിൽ നിന്ന് അവരുടെ ലൈക്ക് എംബസീസ് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഒരു മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. അവർക്കും കേരളത്തിൽ ഈ ലിക്കറും വൈനും എക്സ്പോർട്ട് ചെയ്യണമെന്ന് ഒരു ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വി ഹാവ് ഗിവൻ ദം ദ ഡീറ്റെയിൽസ്. ഇത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവർക്ക് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ആവശ്യമായ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ അപ്രൂവൽ കിട്ടും. അപ്പോൾ ഇത് പുരോഗമിക്കുകയാണ്. ഇത് നമ്മുടെ ഒരു പിന്നെ എംബസി വൈസിൽ നടക്കേണ്ട കാര്യമാണ്. ഈ വിദേശത്തു നിന്നുള്ള ഇതിന്റെ ഈ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഇപ്പോൾ ഒരു ഷോപ്പിൽ ഇപ്പോൾ സാധാരണ നേരത്തേക്ക് ആണെങ്കിൽ ആ ഷോപ്പിൽ ഏത് മദ്യമാണോ ഏറ്റവും കൂടുതലായിട്ട് മൂവ്മെന്റ് ഉള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്
ആ മദ്യത്തിനായിരിക്കും അവിടെ പ്രയോറിറ്റി. അങ്ങനത്തെ ഒരു സിസ്റ്റം എന്തോ മുമ്പ് നമ്മുടെ ഇതിനകത്ത് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ അതേ സിസ്റ്റത്തിൽ തന്നെയാണോ ഇപ്പോഴും? ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പൊ നമുക്ക് ഇപ്പോൾ GTN STN എന്ന് പറയും. നമ്മൾ ബേസിക്കലി 3 മാസത്തിന്റെ ആവറേജ് സെയിൽസ് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസത്തിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ 720 കേസസ് ആണ്. നമ്മൾ ആ കമ്പനിക്ക് 720 കേസസ് വെച്ച് ഓർഡർ കൊടുക്കും. ആ കമ്പനിക്ക് തീരുമാനിക്കാം ഏത് വെയർ ഹൗസിൽ എത്ര കേസ് എത്തിക്കാം, ഏത് ബ്രാൻഡ് എത്തിക്കാമും എന്ന കാര്യം ഗവൺമെന്റ് കമ്പനിയെ തീരുമാനിക്കാം. നമ്മൾ കമ്പനി വൈസ് ആണ് ഓർഡർ കൊടുക്കുന്നത്. സോ ബേസിക്കലി മാക്സിമം സെയിൽസ് ഉള്ള സാധനങ്ങളെല്ലാം ഇങ്ങനെ കയറിപ്പോകും. ഇത് GTN എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ജനറൽ ആയിട്ട് കയറിപ്പോകുന്ന സാധനമാണ്. ഇതല്ലാതെ പുതിയതായിട്ട് വരുന്ന ബ്രാൻഡ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇവർക്കെല്ലാം മോണോപ്പൊലി കാണും. ഫോർ എക്സാമ്പിൾ ഓൾറെഡി മാർക്കറ്റിൽ നന്നായിട്ട് പിടിച്ചു വെച്ചവർക്ക് മോണോപ്പൊലി ഉണ്ടാവും. പക്ഷേ ചെറിയ ബ്രാൻഡ്സിനെയും വി ഹാവ് ടു ഗിവ് ദം സം ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്നൊരു സ്കീമാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ അതിനകത്ത് എന്താണ്, അവർക്ക് കുറച്ച് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ അപ്രൂവ് ചെയ്യാറുണ്ട്. പക്ഷേ ദാറ്റ് ഇസ് ലിമിറ്റഡ് ടു 15%. അല്ലെങ്കിൽ തീരെ പിന്നെ സെയിൽസ് പിന്നെ കൂടുതലില്ലാത്ത പ്രോഡക്ട്സ് പിന്നെ ജനങ്ങളെ ആവശ്യപ്പെടാത്ത പ്രോഡക്ട്സ് കയറിപ്പോകും. സോ ദാറ്റ് ഇസ് ലിമിറ്റഡ് ടു 15%. ബട്ട് ദിസ് 15% ഇസ് ഫോർ ഗിവിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. 2-3 months അവർ 15% കൊടുത്തിട്ട് അവർ അകത്ത് കയറി കഴിഞ്ഞാൽ അത് നല്ല പ്രോഡക്റ്റ് ആയാൽ അപ്പോൾ തന്നെ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യും. അപ്പോൾ അത് അവർക്ക് GTN വഴി തന്നെ അവർക്ക് സപ്ലൈ ചെയ്യാം. നമ്മുടെ ഈ സപ്ലൈകോയിലെ ജീവനക്കാർ ചില ബ്രാൻഡുകൾ ചോദിച്ചാൽ കൊടുക്കുന്നില്ല എന്നൊക്കെ നേരത്തെ പരാതി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പരാതിയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ഇതിനകത്ത് ഉണ്ടോ ഇപ്പോൾ? സപ്ലൈകോ ഞങ്ങളുടെ കീഴിലല്ല, സപ്ലൈകോ ബെവറേജസ്. ഇപ്പോൾ ആ പരാതി ഉണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് 2 കൗണ്ടേഴ്സ് ആണുള്ളത്. ഒന്ന് പോപ്പുലർ കൗണ്ടർ, 2 സെൽഫ് സർവീസ്. സെൽഫ് സർവീസിലെ പരാതിയില്ല. അത് കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെ പിക്കപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ ബ്രാൻഡ് സെപ്പറേഷൻ ആണ് ഞങ്ങൾ പറയുന്നത്. ഇങ്ങനത്തെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ വളരെ കർശനമായിട്ടാണ് നടപടി എടുക്കുന്നത്. ഞാൻ സസ്പെൻഷൻ ചെയ്യുന്നു. കാരണം ദിസ് ഇസ് എ കറപ്റ്റ് പ്രാക്ടീസ്. ഇത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നത് കസ്റ്റമർ റിപ്പോർട്ട് ചെയ്യുന്നു. അതിനുള്ള സംവിധാനം ഉണ്ടോ? ഉണ്ട്. ഇവിടെ നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് വിംഗ് ഉണ്ട്. ഓരോ ജില്ലയിൽ കസ്റ്റമർക്ക് പിന്നെ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷന്റെ MDയെ കോൺടാക്ട് ചെയ്യാൻ എന്താണ് വഴിയുള്ളത്? ഒരു പരാതി 2 നമ്പേഴ്സ് ഉണ്ട്, ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. അത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതല്ലാതെ ഇമെയിൽ IDs ഉണ്ട്. അതല്ലാതെ പിന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ അവൈലബിലിറ്റി ഉണ്ട്. ഒരുപാട് കംപ്ലൈന്റ്സ് ആണ് ഞങ്ങൾ കിട്ടുന്നത്. മാഡത്തിന് ഡയറക്റ്റ് ഈ പറയുന്ന രീതിയിൽ കംപ്ലൈന്റ് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. മെയിൽസ് വരുന്നു, പിന്നെ ഹെൽപ്പ് ലൈനിലെ മെസ്സേജസ് വരുന്നു. സോ ഇങ്ങനത്തെ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇതിനകത്ത് പറയാലോ, അതായത് ആളുകൾക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടാവുകയോ ചെയ്യണം, തീർച്ചയായിട്ടും MDയെ കംപ്ലൈന്റ് അറിയിക്കാനുള്ള സൗകര്യം ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനുള്ള 2 നമ്പറും ഉണ്ട്, ഇമെയിൽ IDs ഉണ്ട്. ഓക്കെ. സോ ദേ കൻ ഡു ദാറ്റ്. അതല്ലാതെ ഞങ്ങൾ സർപ്രൈസ് ചെക്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഡിറ്റ് ടീം തന്നെ അവിടെ പോയി ഒരു കസ്റ്റമറിന്റെ ലൈക്ക് രീതിയിൽ അവിടെ ഡിക്കോയൻ പറയാറുണ്ട്. പോയി അവിടെ നിൽക്കും, നിന്നിട്ട് ഒരു ബ്രാൻഡ് ചോദിക്കും. അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അകത്ത് പോയി അത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ കർശനമായിട്ട് നടപടിയാണ് അവരെതിരെ എടുക്കുന്നത്. അതൊന്ന്. പിന്നെ രണ്ടാമത് ഒരു പരാതി വരുന്നത് ഈ പ്രൈസ് ആണ്. ഫോർ എക്സാമ്പിൾ 450 rupees ആയാൽ 500 rupees എടുക്കുന്നു എന്നൊരു പ്രൈസ്. അതിനുവേണ്ടി ഇപ്പം ഞങ്ങൾ പ്രൈസ് ഡിസ്പ്ലേ സ്റ്റിക്സ് ഉണ്ടാകാറുണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ കാണും. ഇത് അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റിഫ്ലക്റ്റ് ആവും. സോ അത് ഇപ്പം നമ്മൾ പുതിയതായിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 മാസത്തിനകം we will have it in all the shops. അപ്പോൾ കസ്റ്റമർക്ക് തന്നെ കാണാം, കോൺഫിഡൻസ് ഉണ്ടാവും that this is the amount in. So that is one thing that we are doing. പിന്നെ ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ പണം കൊടുക്കുന്നതിന് ഇപ്പം UPI സംവിധാനം എല്ലാം ഉണ്ട്. അതായത് ഗൂഗിൾ പേ, കാർഡ് അങ്ങനെയൊക്കെ ഉള്ളത് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അവൈലബിൾ ആണല്ലോ. എല്ലാ സ്ഥലങ്ങളിലും QR കോഡ് ഉണ്ട്, UPI, പിന്നെ സൗണ്ട് ബോക്സസ് ഉണ്ട്. ബിക്കോസ് UPI പേയ്മെന്റ് നടത്തിയെന്ന് പറയാൻ വേണ്ടി ഒരു ഇതാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇതിന് മുമ്പ് ഇല്ലായിരുന്നു. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡും കൺഫേം ചെയ്തു. എല്ലാ കാർഡ് POS സിസ്റ്റംസ് ഉണ്ട്. സോ മാക്സിമം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ടു ദ പോപ്പുലേഷൻ, നമ്മൾ പച്ചക്കറി പോലെയും UPI വെച്ച് വാങ്ങുന്നുണ്ട്. ദയവായി മദ്യം പൈസ കൊടുത്തിട്ട് വാങ്ങരുത്. മാക്സിമം ഡിജിറ്റൽ ആക്കിയാൽ അത്രയും ഒരു സൗകര്യമാവും. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഓരോ ദിവസം ഈ ക്യാഷും ഇതെല്ലാം വെച്ച് വി ആർ സപ്പോസ് ടു ബാങ്കിൽ കൊണ്ട് അടയ്ക്കുക. അത് തന്നെ ഒരു വലിയൊരു ചെലവാണ് ഞങ്ങൾക്ക് വരുന്നത്. എല്ലാ ദിവസങ്ങളും പോയി ബാങ്കിൽ അടയ്ക്കണം. And it is not, and of course, corrupt practices also will come up if the cash is coming up. So maximum ഞങ്ങൾ അത് എൻകറേജ് ചെയ്യുന്നു. ഞങ്ങളുടെ എംപ്ലോയീസ്ക്കും പിന്നെ ബെസ്റ്റ് മാക്സിമം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഷോപ്സ്ക്ക് റിവാർഡ്സ് കൊടുക്കാറുണ്ട്.
and we are trying to increase more digital. അതുകൊണ്ട് നമ്മുടെ ഉപഭോക്താക്കളുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ മാക്സിമം ഡിജിറ്റലായിട്ട് പേയ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അതെ. ഇപ്പം നമ്മുടെ ബിവറേജിന്റെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ജനപ്രിയ ബ്രാൻഡാണ് ഈ നമ്മുടെ കോർപ്പറേഷന്റെ തന്നെ ജവാൻ. അപ്പൊ ഈ ജവാൻ ആവശ്യത്തിന് നമുക്ക് അവൈലബിൾ ആണോ എല്ലായിടത്തും? ഇപ്പോൾ ഈ ഫയർ ആക്സിഡന്റ് സംഭവിച്ച ശേഷം കുറച്ച് ഞങ്ങൾക്ക് ഈ ഫയറുടെ മൊത്തം റിപ്പയർ വർക്കും പിന്നെ ഫയറുടെ അപ്രൂവൽ എടുക്കാൻ കുറച്ച് ഡിലേ ആയി. അത് കംപ്ലീറ്റ് ആയ ശേഷം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ടാർഗറ്റ് വെച്ചിട്ടാണ് നടത്തുന്നത്. ഈ ലോസ് ആയ 2 മാസത്തിനെയും പിന്നെ ഹോളിഡേ സെഷൻസിൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയിട്ട് കവറപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഓരോ ദിവസം മിനിമം 12,000 കേസസ് പ്രൊഡക്ഷൻ ചെയ്യണം. പിന്നെ 15 ലോഡ്സ് വണ്ടികൾ പോകണം എന്നാണ് നമ്മൾ ടാർഗറ്റ് വെച്ചത് TSCL കമ്പനിക്ക്. അങ്ങനെ അത്രയും പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജവാന് നല്ലപോലെ മാർക്കറ്റിൽ സപ്ലൈ കിട്ടുമെന്നാണ്. നമ്മുടെ ജവാന്റെ കാര്യത്തിൽ ഈ ഓണമൊക്കെ വരെയാണ് ഇത് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ഒരു അവൈലബിലിറ്റി ഉറപ്പാക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്കിപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്യൂറേസിൽ കിട്ടുന്ന ബിയറിന്റെ ഏറ്റവും കുറഞ്ഞ വില 100-110 രൂപയാണ്. ഇനി അതിൽ താഴെയുള്ള ഏതെങ്കിലും ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ടോ? വില ബേസിക്കലി നമ്മൾ വിൽപ്പന നടത്തുന്ന മദ്യം ഇറ്റ് ഇസ് ലൈക്ക് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ലിക്കർ ഇൻ ദ കൺട്രി. കാരണം നമുക്ക് 400% ആണ് ടാക്സ് റേറ്റ്. സോ ഒരുപാട് ലൈക്ക് കമ്പനീസ് ഓഫ് കോഴ്സ് കുറച്ചെങ്കിലും ടാക്സിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമുക്ക് റേറ്റ്സും കുറയും. റേറ്റ്സ് കുറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ നോക്കിയ എക്സ്പീരിയൻസ് എന്താണ് പറയുന്നത്, കർണാടക ആയാലും ശരി AP ആയാലും ശരി, അവർ റേറ്റ്സ് കുറച്ചാൽ അവരുടെ സെയിൽസ് കൂടിയിട്ടുണ്ട്. സോ നമ്മളെല്ലാം വിചാരിക്കുന്നത് കേരളത്തിൽ ഭയങ്കര മദ്യപാനമാണ്. പക്ഷേ അക്കോർഡിംഗ് ടു ദ ഡേറ്റ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ബിലോ ദ നാഷണൽ ആവറേജ്. പിന്നെ വിൽപ്പനയും നമുക്ക് കുറവാണ്. ഫോർ എക്സാമ്പിൾ വി സെൽ അറൌണ്ട് 20 lakh കേസസ് പെർ മന്ത്. തമിഴ്നാട് വിൽക്കുന്നത് 80 lakh കേസസ് പെർ മന്ത് ആണ്. സോ ദർ ഇസ് സ്റ്റിൽ എ ലോട്ട് ഓഫ് സ്കോപ്പ്. ആന്ധ്രയും തെലങ്കാനയിലൊക്കെ ഇതിനേക്കാൾ വില കുറവാണല്ലോ. ഈ തമിഴ്നാട്ടിനേക്കാളും കുറവാണ്. തമിഴ്നാട്ടിനേക്കാളും കുറവാണ്. അവിടെ 100 രൂപ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ 100 രൂപയിന് ടെട്രാപാക്ക് സാഷസ് കിട്ടും. നമുക്ക് ടെട്രാപാക്കിന്റെ അപ്രൂവൽ ഇല്ല ഇവിടെ. അതും ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ടെട്രാപാക്കിന്റെ അപ്രൂവൽ. ഒരുപാട് വി ഹാവ് ആസ്ക്ഡ് ഫോർ ചേഞ്ചസ് ഇൻ എക്സൈസ് പോളിസി ടു മേക്ക് ദിസ് മച്ച് മോർ ലൈക്ക് കസ്റ്റമർ ഫ്രണ്ട്ലി. ഫോർ എക്സാമ്പിൾ ലോ ഇന്റൻസിറ്റി ആൽക്കഹോൾ, സംതിങ് ലൈക്ക് ബ്രീസർ എന്ന് പറയാറുണ്ട്. ഇത്ര ഇപ്പോൾ വിസ്കി എന്ന് പറഞ്ഞാൽ 47% സ്പിരിറ്റ് ആണ്. ഇപ്പോൾ ലോ ഇന്റൻസിറ്റി 10%, 12% വെച്ച് പല ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇപ്പോൾ ഞങ്ങൾക്ക് അതും ഫൈനാൻസ് മിനിസ്ട്രിയിൽ പെൻഡിങ് ആണ്. ഞങ്ങൾ ടാക്സ് റേറ്റ് കിട്ടി കഴിഞ്ഞാൽ ആ പ്രോഡക്ട്സും ഇറക്കാം. ഇത് ടൂറിസ്റ്റ് ഒരുപാട് ചോദിക്കുന്ന പ്രോഡക്ട്സ് ആണ് ഈ ലോ ഇന്റൻസിറ്റി ആൽക്കഹോൾ. ദാറ്റ് ഈസ് വൺ തിങ് ദാറ്റ് വി വാണ്ട്. ദെൻ വി ആർ ആസ്കിംഗ് ഫോർ ഡ്രാഫ്റ്റ് ബിയർ. ഡ്രാഫ്റ്റ് ബിയർ എന്ന് പറഞ്ഞാൽ ഈ ടാപ്പിൽ വെച്ച് കാണാറുണ്ടല്ലോ, വലിയ ബാരൽസിൽ വെച്ച് ടാപ്പ് ഉണ്ടെങ്കിൽ അത് ഫ്രഷ് ബിയർ ആണ്. 2-3 ഡേയ്സിനകത്ത് തീർക്കണം. സോ സപ്പോസിഡ്ലി ഇറ്റ് ഈസ് മച്ച് ബെറ്റർ ദാൻ ഈ പ്രിസർവേറ്റീവ്സ് ഉള്ള ബിയറിനെക്കാളും it is a healthier option and it is not available in Kerala. അതിന്റെ റിക്വസ്റ്റ് ഞങ്ങൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ there are a number of changes which can come in the Kerala market. അതെല്ലാം നമ്മുടെ ഗവൺമെന്റ് എക്സൈസ് പോളിസിയിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. പക്ഷെ നമ്മൾ അതിനകത്ത് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള പ്രപ്പോസൽ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ 1-ാം തീയതി ഡ്രൈ ഡേ മാറണം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പൊ അതൊരു ഇറലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് അത് മാറി എന്നുള്ളതാണ് പൊതുവിൽ കാര്യം. ഈ 1-ാം തീയതി ശമ്പളം എന്നുള്ളതിന്റെ ഒരു കോൺസെപ്റ്റിൽ പണ്ട് ആളുകൾ അത് മുഴുവൻ കുടിച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് മാഡം. അതുപോലെ തന്നെ ഈ നമ്മളിപ്പോൾ നേരത്തെ എക്സ്പോർട്ടിങ്, അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ ലക്ഷദ്വീപിലേക്കൊക്കെ മദ്യം കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്കൊക്കെ ഉള്ളൊരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ. അതെ, ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാം അത് സിസ്റ്റം വൈസ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ഞങ്ങൾ അയച്ചു, രണ്ടാമതും അവർ റിക്വസ്റ്റ് ചെയ്തു. ഇപ്പൊ അവർക്ക് എല്ലാ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് ഈ നമ്മുടെ സാധാരണ നമ്മുടെ ബാർ ആയാലും ഷോപ്പ് ആയാലും ഓർഡർ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അവർക്ക് എടുക്കാം, പിക്കപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാം. മാഡം നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, അതായത് ഈ നമ്മൾ കൂടുതൽ ഇതിനകത്ത് ടാക്സ് ഇമ്പോസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതിനനുസരിച്ച് ഈ ഇതിന്റെ വിൽപ്പന അല്ലെങ്കിൽ വോളിയം ഓഫ് സെയിൽസും നമുക്ക് റവന്യൂവും കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് കുറച്ചുകൂടെ നികുതി ഒന്ന് കുറയ്ക്കുകയോ മറ്റോ ചെയ്യുന്നത് നമുക്ക് കോർപ്പറേഷനും സർക്കാരിനും ഒക്കെ നല്ലതായിരിക്കും എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഒരു എക്കണോമിക്സ് പരമായിട്ട് നോക്കിക്കഴിഞ്ഞാലും ഒരു പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ടാവും. ഇത് ഇങ്ങനെ നമ്മൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ വി വിൽ നോട്ട് ബി ഏബിൾ ടു ലൈക്ക് ഗെറ്റ് ദ മാക്സിമം സെയിൽസ് റവന്യൂ. So there is a certain price at which it becomes counterproductive. So avade namakid we have to do it. ഈ നമുക്കിപ്പോൾ ഉത്സവ സീസൺ വരാൻ പോവാണ്, ഓണക്കാലം വരാൻ പോവാണ്. അപ്പോൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ബ്യൂറേസിന്റെ ഭാഗത്ത് നിന്ന് നടത്തി കഴിഞ്ഞോ?
നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമായ സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് സ്റ്റാഫ് എടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മാക്സിമം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ വേണ്ടി, സ്മൂത്ത് ആയിട്ട് സ്റ്റോക്ക് മൊത്തം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി, പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സോ ഈ പ്രാവശ്യം ഓണം സെയിൽസ് വിൽ ബി ദ മാക്സിമം ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തിൻ്റെയും ഇറ്റ് വാസ് ലൈക്ക് ദ റെക്കോർഡ് ബ്രേക്കിംഗ് സെയിൽസ് ആയിരുന്നു. ലൈക്ക് 19,700 crores ആണ് കഴിഞ്ഞ വർഷത്തിൻ്റെ സെയിൽസ് റവന്യൂ മാർച്ച് 31 വരെ. സോ ദാറ്റ് ഇസ് 650 crores മോർ ദാൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ ഈ വർഷം അതിനേക്കാളും കൂടുതൽ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ നമ്മുടെ ഈ സെയിൽസിന്റെ കാര്യവും മറ്റേ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ പൊതുവേ ഉള്ളൊരു ആക്ഷേപം ഗവൺമെന്റിനെതിരെ വരുന്നത്, ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് മദ്യത്തിൽ നിന്നും ലോട്ടറിയിൽ നിന്നുമാണെന്നുള്ളതാണ്. ശരിക്കും അതിനകത്ത് എന്തെങ്കിലും വസ്തുത ഉണ്ടോ? 10% of the state revenues come from only 10%. Only 10%. പക്ഷെ ആള് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ മദ്യത്തിൽ നിന്നാണ്. അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പറയുന്നതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ബിവറേജ് കോർപ്പറേഷൻ, നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരുപാട് ടാക്സ് ഗവൺമെന്റിന് നേടിക്കൊടുക്കുന്ന സ്ഥാപനമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ കോർപ്പറേഷൻ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പ്രവർത്തിക്കുന്നത്? ഇത് നഷ്ടത്തിലാണ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ദ തിങ്ക് ഇസ് വി ലൈക്ക് കളക്ട് ദ ടാക്സ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ദിസ് ഇസ് ലൈക്ക് ഒരു ഞങ്ങളൊരു ടാക്സ് കളക്ടേഴ്സ് പോലെയാണ്. എല്ലാ മാസങ്ങൾ ഞങ്ങൾ ഒരു 1,200 crores ആണ് ഗവൺമെന്റിന് മുടക്കുന്നത്. സോ അറൌണ്ട് 17,000 crores in 1 year. 12,000 രൂപ നമ്മൾ ഗവൺമെന്റിന് നേടിക്കൊടുക്കുകയാണ്. 17,000. 1,200 per month. അത്രയും നേടിക്കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പ്രോഫിറ്റ് ഉണ്ട്. കാരണം ടേൺ ഓവർ ടാക്സ് ഞങ്ങൾ പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് ഗവൺമെന്റ് ഞങ്ങൾ ടേൺ ഓവർ ടാക്സും ഫസ്റ്റ് ഞങ്ങൾ എക്സൈസ് ഡ്യൂട്ടി അടയ്ക്കും, അത് കഴിഞ്ഞിട്ട് സെയിൽസ് ടാക്സ് അടയ്ക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കുള്ള പ്രോഫിറ്റിന്റെ പുറത്ത് ടേൺ ഓവർ ടാക്സ് ഗവൺമെന്റ് എടുക്കും. സോ ഓൾമോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് 17,000 crores ഗവൺമെന്റിലേക്ക് പോകുന്നു. സോ വി ആർ ബേസിക്കലി ഓൺ പ്രോഫിറ്റ്. കഴിഞ്ഞ വർഷം ഒരു 200 crores പ്രോഫിറ്റ് ആയിരുന്നു. ഈ ഇപ്പം നേരത്തെ പറഞ്ഞു 45% വനിതകളാണ്. അപ്പോൾ വനിതാ CMD ആണ്. അപ്പോൾ അതുകൊണ്ട് വനിതകൾക്ക്, ഇവിടുത്തെ ജീവനക്കാരെ വനിതകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം ഞാൻ വന്നിട്ട് ഇവിടെ ബേസിക്കലി എല്ലാ വനിതകൾക്കും സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്ക് അത്രയും ഒരു കുറച്ച് കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടി. പിന്നെ ഇവിടെ ഇന്റേണൽ കമ്മിറ്റീസ്, പോഷ് ആക്ട് അനുസരിച്ച്, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് ആക്ട് അനുസരിച്ച് എല്ലാ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റീസ് ആവശ്യമാണ്. സോ അവരുടെ ട്രെയിനിങ് നടത്തി. ബേസിക്കലി ഞാൻ എപ്പോഴും പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഓഫ് മൈസെൽഫ് ആസ് എ വുമൻ പോലീസ് ഓഫീസർ. ലൈക്ക് യു ഡോണ്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ് ആസ് എ മാൻ ജേർണലിസ്റ്റ്, റൈറ്റ്? സോ ഐ എം ലൈക്ക് എ CMD. പിന്നെ ഞാൻ അത് പുരുഷനായാലും സ്ത്രീ ആയാലും ആരായാലും അവരുടെ വെൽഫെയറിന് വേണ്ടി ഞാൻ ഏതെങ്കിലും ചെയ്യേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഓരോ ആഴ്ച 2 ദിവസങ്ങളിൽ എംപ്ലോയീസിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ഹാഫ് ഡേ, ട്യൂസ്ഡേസ് ആൻഡ് തേഴ്സ്ഡേസ് ഐ മീറ്റ് ദി എംപ്ലോയീസ്. അവരുടെ ഗ്രീവൻസസ് എന്താണ്, അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് എന്താണെന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. അതല്ലാതെ പിന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാ ഷോപ്പ് ഇൻചാർജസിന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ്. അതിനകത്ത് അവരുടെ ഇഷ്യൂസ് അവർക്ക് ഹൈലൈറ്റ് ചെയ്യാം, റെക്കമെൻഡേഷൻസ് അവർക്ക് പറയാം, ലൈക്ക് വാട്ട് ദേ ക്യാൻ ഡു, വാട്ട് വി ക്യാൻ ഡു. പിന്നെ ഐ ഹാവ് ബിൻ വിസിറ്റഡ് ഓൾമോസ്റ്റ് മോർ ദാൻ 50% ഓഫ് ദി വെയർ ഹൗസസ്. അവിടെ വെച്ചും എംപ്ലോയീസ് ആയിട്ട് മീറ്റിംഗ്സ് നടത്താറുണ്ട്. ഹൗ വി ക്യാൻ ഇംപ്രൂവ് അവർ വർക്കിംഗ് ആൻഡ് വർക്ക് എൻവയൺമെന്റ്. സോ ബേസിക്കലി എംപ്ലോയി വെൽഫെയർ ഇസ് അറ്റ് ദ ഹാർട്ട് ഓഫ് മൈ ഓൾ മൈ വർക്ക്. ബിക്കോസ് അവർ മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോയാലേ നമുക്ക് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും മുന്തിയ മദ്യം മുതൽ നേരത്തെ മാഡം പറഞ്ഞ പോലെ 200 വരെ മദ്യം വരെ ഉള്ളതാണ്. പക്ഷെ ഇതിനകത്ത് വരുന്ന MDമാർ നമ്മുടെ ഈ കഴിഞ്ഞ കുറെ നാളായിട്ടുള്ള എക്സ്പീരിയൻസിൽ അധികം മദ്യം കുടിക്കാത്ത ആളുകളാണ് ഇവിടെ. ദാറ്റ് ഇസ് ട്രൂ. ഞാൻ ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് വൺ തിങ് ഇസ് വെരി ക്ലിയർ, വാട്ട് ഈസ് ലീഗൽ, വാട്ട് ഈസ് ഇല്ലീഗൽ. ഇപ്പൊ അതിന്റെ പുറത്ത് ഞാൻ ആലോചിക്കത്തില്ല. സോ ദിസ് ഈസ് എ ലീഗൽ ബിസിനസ്. അപ്പൊ എനിക്ക് തോന്നുന്നത്, എനിക്ക് മാക്സിമം ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അത്രയും ഒരു എഫർട്ട് എടുക്കും. അത് എന്റെ പേഴ്സണൽ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഇതിൽ വരില്ല. ഈ നമ്മുടെ ഈ പിന്നെ ഇപ്പം ഈ ബിയറിന്റെ കുപ്പിയില്ലേ മാഡം, ഇപ്പൊ അതൊരു എങ്ങനെ അത് ഡിസ്പോസ് ചെയ്യും? കാര്യം ഇത് ഇപ്പൊ നമ്മൾ പോകുമ്പോൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മളെ ഇതുപോലെ തോട് ആറൊക്കെ നിറയുമ്പം ധാരാളം ബിയർ, പക്ഷെ അത് ഡിസ്പോസ് ചെയ്യാൻ നമുക്കൊരു മാർഗ്ഗമില്ലല്ലോ. പക്ഷെ അത് ഈ പറഞ്ഞ ചില്ല് കുപ്പികളിലാണ് വരുന്നതും. അപ്പൊ അതിനെന്താണ് അതിനൊരു പരിഹാരം? ബിയർ കുപ്പികളിൽ കമ്പനി തിരിച്ചെടുക്കുന്നുണ്ട്. ഗ്ലാസ് കുപ്പികൾ കമ്പനി തിരിച്ചെടുക്കുന്നു, ഗ്ലാസും ടിന്നും. പക്ഷെ പ്ലാസ്റ്റിക് ആയാൽ, അത് ബിയർ ആയാലും IMFL ആയാലും കമ്പനി തിരിച്ചെടുക്കുന്ന സംവിധാനം ഇല്ല.
അപ്പോൾ അതിൻ്റെയാണ് ഇപ്പോൾ പുതിയതായിട്ട് എക്സൈസ് മന്ത്രി അവർ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സിസ്റ്റം തുടങ്ങാൻ പോകുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ 2 സ്ഥലങ്ങളിലാണ് പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് തുടങ്ങും. ഒരു 20 രൂപ ബേസിക്കലി ഡെപ്പോസിറ്റ് ആയിട്ട് വാങ്ങിച്ചിട്ട് ആ പ്ലാസ്റ്റിക് ബോട്ടിൽ തിരിച്ചു തരുന്നവർക്ക് ആ 20 രൂപ തിരിച്ച് കൊടുത്തിട്ട് ഇത് കളക്ട് ചെയ്തിട്ട് വെച്ചാൽ പിന്നെ ക്ലീൻ കേരള കമ്പനിയാണ് ഇതെടുത്ത് മാറ്റിയിട്ട് അവർ അത് റീസൈക്ലിങ്ങും പിന്നെ അതർ വർക്ക്സ് ചെയ്യും. അല്ല, ഈ ബിയർ കുപ്പി ബിയർ കമ്പനികൾ എങ്ങനെയാണ് അവർ തിരിച്ചെടുക്കുന്നത്? ബിയർ കുപ്പികൾ അവർ ബേസിക്കലി ഷോപ്പിന് തിരിച്ചു കൊണ്ടു കൊടുത്താൽ, അതായത് ബിയർ കുപ്പി നമ്മുടെ ഈ ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലേക്ക് കൊടുത്താൽ അവർ എടുക്കുമോ? അല്ല, അങ്ങനെയല്ല. ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം അവർ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഗ്ലാസ് ഞങ്ങൾ തിരിച്ചെടുക്കാനുള്ള സംവിധാനം ഇതുവരെ ആയിട്ടില്ല. സോ ബിക്കോസ് ബിയർ 6 മന്ത്സിൽ എക്സ്പയർ ആവും. അങ്ങനത്തെ ഡെഡ് സ്റ്റോക്ക് എക്സ്പയർ ആയാൽ അവരത് തിരിച്ചെടുത്തിട്ട് അത് വാഷ് ചെയ്തിട്ട് റീസൈക്കിൾ ചെയ്യും. പൊതുവെ കഴിഞ്ഞ ഒരു വർഷം വളരെ സംതൃപ്തമായ ഔദ്യോഗിക ജീവിതമായിരുന്നു എന്ന് തന്നെ പറയാം, അല്ലേ? അതെ. അപ്പോൾ എല്ലാ ആശംസകളും മാഡം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്.